ഹലോ ഗെയ്സ്, നല്ല പച്ച ചൂര കിട്ടി ഗെയ്സ്. അറുത്ത് കഴിവേണ് ഗെയ്സ്. നല്ല പച്ച ചൂര. കുറേ നാളായി ഇങ്ങനെ പച്ച ചൂര കിട്ടിയിട്ട്. അറുത്ത് കഴുകി മീൻ കറി വയ്ക്കുന്നത്. ഇന്നൊരു മീൻ കറി റെസിപ്പിയാണ് ഇടുന്നത്. ഒരു നല്ല അടിപൊളി പയറ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. അടിപൊളി. അതാണ്ട് എടുത്ത് ചട്ടിയിൽ വയ്ക്കുകയാണ് ഗെയ്സ്. നല്ല അടിപൊളി ഒരു പരി കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. ഇത് പൊരിച്ച് തട്ടണം ഗെയ്സ്. ഞാനതങ്ങോട്ട് മാറ്റി വെച്ച് ഇതിൻ്റെ കൂടെ ഇട്ടാൽ അത് പിരിഞ്ഞു പോകും. ഇനി ഉപ്പിട്ട് നന്നായിട്ട് മീനൊന്ന് വരകണം. ഉപ്പിട്ട് നല്ലതുപോലെ മീനൊന്ന് വരകണം. സോഫ്റ്റാണ്, പിടിഞ്ഞു പോകും. അതുകൊണ്ട് തല കിടക്കുന്ന കാരണം സൂക്ഷിച്ച് വരകണം. നല്ല മീനാണ് ഗെയ്സ്, നല്ല അടിപൊളി മീന. കഴുകി കഴിഞ്ഞിട്ട് കാണിക്കാം. മീനൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗെയ്സ്. മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഇതാ നമ്മുടെ പരിവും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് കാണാം. അരപ്പ് റെഡിയായി ഗെയ്സ്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് മാങ്ങയും പച്ചമുളകും ഇടാം. സമയത്ത് 2 പച്ചമുളക്, 2ആയിട്ട് കീറി വെച്ച പച്ചമുളക്, പിന്നെ കുറച്ച് മാങ്ങ. അരപ്പ് ഇത് തേങ്ങ, ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ഇത്രയും അരച്ചതാണ്. എല്ലാവർക്കും മീനിൻ്റെ അരപ്പ് അറിയാമല്ലോ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിടാം. തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് മീൻ ഇതിൽ ഇടാം. മീനിട്ട് കൊടുക്കാം ഗെയ്സ്. ഒരു മീനാണ്. ഇപ്പത്തിന് തലയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം തല. തലയുടെ ഭാഗത്ത് ഇനി ബാക്കി പീസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കറി അവിടെ ഇരുന്ന് വേകട്ടെ. അതിൻ്റെ ജോലി ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു മീൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ. അപ്പം മീൻ കറിയൊക്കെ വറ്റി ഫൈനൽ ലുക്ക് ഇതാണ്. ഓക്കെ, ടാറ്റാ.